everyone, welcome back to our channel Bites and Cruise. അപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മുടെ NH എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. നമ്മുടെ നാഷണൽ ഹൈവേൻ്റെ പ്രോഗ്രസ് എത്ര വരെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. സോ ഇത് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും പ്രോമിസ് ചെയ്തായിരുന്നു നമ്മുടെ ചെർക്കള മുതലുള്ള റോഡിലുള്ള പ്രോഗ്രസ് എവിടെ വരെ എത്തിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സോ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചെർക്കള മുതലുള്ള വ്ളോഗ് റോഡിൻ്റെ പ്രോഗ്രസ് ആണ് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും വൈകാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെർക്കള നിന്നും കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ അത്ര വലിയ ചേഞ്ചസ് കാണുന്നില്ല, പക്ഷേ ഇനി മുന്നോട്ട് നമ്മൾ നോക്കുന്നതാണ് നല്ല മാറ്റം വരുന്നത്. സോ ഇവിടെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയ രീതിയിൽ അത്രയും നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്നാലും കുറച്ചൊക്കെ മണ്ണൊക്കെ കളിച്ചിട്ടിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ചെർക്കളയിൽ നിന്ന് നമ്മൾ ആ ഒരു ഹെയർ പിൻ റോഡിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ബിഗിനിങ് മാത്രമാണ്. ഇനി മുന്നോട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം ഞങ്ങൾ ഡെയിലി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കാണുന്നതാണ്. പക്ഷേ ഈ ഒരു റൂട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എനിക്ക് പോലും അറിയില്ല. സോ വളരെ എക്സൈറ്റഡോടെ ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ കൂടുതലും എക്സൈറ്റ്മെൻറ്റ് വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ഹെയർ പിന്നും അതേപോലെ ഒരുപാട് ടേൺസ് ആൻഡ് ഘാട്ട് എന്നൊക്കെ പറയാം, നമുക്ക് അതുപോലത്തെ ഉള്ളൊരു റോഡാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് കാണുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ ഇവിടെ മുതലാണ് തുടക്കം. കാണുന്നുണ്ടോ ഇത്തിരി? ഓക്കെ, സോ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുന്നുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ അവസ്ഥയിൽ പരിവിലെത്തിയിട്ടുണ്ട്. ഈ മരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ കിടക്കുന്നത്. പക്ഷേ നല്ലൊരു കാഴ്ചയല്ലേ? ഈവനിങ് സമയമാണ്, സൺസെറ്റ് ആവാനുള്ളൊരു ടൈമാണ്. കണ്ടോ, ഇവിടെ മൊത്തം വരുന്നത് ഹെയർ പിൻ റോഡാണ്. സോ അതാണ് നമുക്ക് കൂടുതലും എക്സൈറ്റ്മെൻറ്റ്, എങ്ങനെയായിരിക്കും ഇതിൽ വരുന്ന മാറ്റങ്ങൾ. അതേപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ ഗ്രീനറി ആയതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിയാണ്. അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുണ്ടാവുന്ന ഒരു ഇതാണ് കുന്നും മലയും അല്ലേ. അപ്പം അതൊക്കെ നിവർത്തിയത് ഇവിടെയാണ് നമുക്ക് കൂടുതലും ചേഞ്ചസ് കാണുന്നത്. അടിപൊളി. അപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ എങ്ങനെ ആയിരിക്കും ഈ റോഡ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടേണിങ്സ് ഒക്കെ ഉള്ള റോഡായതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്ന് നിർത്താൻ പറ്റില്ല. അപ്പോൾ മാക്സിമം പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെയൊക്കെ കോഷൻ എഴുതി വെച്ചിട്ടുണ്ട്. NHൻ്റെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല സ്ലോ ആയിട്ട് പോകണം. അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റോഡാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം പോവാൻ. ഇവിടെ നോക്കിയാൽ നല്ല മാറ്റമാണ് കാണാൻ പറ്റുന്നത്. മൊത്തം മാറി. അതെ അല്ലേ? അപ്പോൾ ഈ രാവട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാക്സിമം ഈ ടേണിങ്സ് ഒക്കെ മാക്സിമം കുറച്ചിട്ട് സ്ട്രെയിറ്റ് റോഡായിരിക്കും. അതാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാം. അതേപോലെ കുറച്ചും കൂടി എല്ലാവർക്കും കംഫർട്ടബിൾ അതായിരിക്കും. ഈ ടേൺസും ഒക്കെ ആകുമ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഈ ഭംഗി മിസ്സായി പോകുമോയെന്നൊരു സംശയമുണ്ട് എനിക്ക്. കാരണം ചുറ്റും റോഡിൻ്റെ ചുറ്റും 2 ഭാഗത്തും നല്ല ഗ്രീനറിയും ഒക്കെ ആയിട്ട് മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നതൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ അതൊക്കെ നമുക്ക് ഇത്രയും മിസ്സാവാൻ ചാൻസ് ഉണ്ട്. വാവ്, ഇത് നോക്കിയാൽ നല്ല ഭംഗിയല്ലേ? ഫുൾ ഗ്രീനറിയാണ്, നല്ല ഈവനിങ് വ്യൂ ആണ്. സോ
ഏതായാലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങേയറ്റം വരെ ഒന്നും പോകുന്നില്ല. എവിടെ വരെ കേട്ടോ നമ്മൾ പോകുന്നത്? തെക്കിൽ പാലം വരെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പണ്ടൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. വീട് എത്താറായി എന്നുള്ളൊരു ഫീലായിരുന്നു. എല്ലാം നൊസ്റ്റാൾജിയാസ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ വലിയ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ജസ്റ്റ് ചെറിയ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കളിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ട്രീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റോഡ്. ഇതൊക്കെ എങ്ങനെയായി മാറും എന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ പേരാണ് മെഗാ എൻജിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ്. ഏതായാലും വണ്ടർഫുൾ വർക്ക് തന്നെയാണ്. നല്ല സ്പീഡിലാണ് നമ്മളെ വർക്കൊക്കെ നടന്നു പോകുന്നുള്ളത്. ഓക്കെ, ഹാറ്റ്സ് ഓഫ്. അതേപോലെ പൊതുവേ നമുക്ക് ഈ ഇതുപോലത്തെയുള്ള റോഡിലൊക്കെ ഭയങ്കര ട്രാവലിംഗ് ഇത്ര ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്ക് ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ റോഡൊക്കെ സ്ട്രേറ്റ് റോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ട്രാവലിംഗ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് നന്നായിട്ട്. ഇവിടെയൊക്കെ വീട് എല്ലാം പൊളിച്ചിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും ചില സമയത്ത്. കാരണം ഈവൻ ദോ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഭയങ്കര ആഗ്രഹിച്ച് കെട്ടുന്ന വീടായിരിക്കും. അത് നമ്മളിങ്ങനെ പൊളിച്ച് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷെ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നുള്ളത്. എല്ലാവർക്കും നല്ല സേഫായിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യണം. നമ്മൾ പാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇവിടെ എങ്ങനെ ആയിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അവിടെ നന്നായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ വണ്ടി സൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്കത് കവർ ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ പാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി എപ്പോഴാണ് വരാൻ പറ്റുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി നമ്മളൊന്ന് കവറപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈവനിങ് വരാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല സൈറ്റ് സീയിങ്ങിനൊക്കെ പറ്റിയതാണ്. നല്ല ബ്യൂട്ടിഫുൾ. ആ ഒരു മഴയൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ടൈം ബെസ്റ്റാണ് കേട്ടോ വരാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ടാറ്റ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള വഴി. നല്ല അടിപൊളി റോഡാണ് കേട്ടോ അവിടെ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കാം ചിലപ്പോൾ ഇത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റോഡ് എങ്ങനെയായി മാറി കിട്ടുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കുഴപ്പമില്ല, സ്ട്രെയിറ്റ് റോഡ് തന്നെ. ചെറിയ ചെറിയ മാറ്റങ്ങൾ സൈഡിൽ നിന്ന് കുറച്ച് ഇതുണ്ടാവും.
പക്ഷെ ഇതിൻ്റെ മാറ്റമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മളുടെ ആകാംക്ഷയൊക്കെ അവസാനിക്കും എന്ന് പ്രതീക്ഷയുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് പോയിക്കൊണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് എൻ്റെ കാസർഗോഡ് സ്ലാങ്ങൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്ന് ചട്ടഞ്ചാൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും പ്ലാൻ ചെയ്തത് ആ ബ്രിഡ്ജ് വരെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. തെക്കിൽ പാലം വരെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഏതായാലും കുറച്ചും കൂടി മുന്നോട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ ചേഞ്ചസ് അങ്ങനെ കാണാനില്ല. ഇനി മുന്നോട്ട് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഏതായാലും അത് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഞങ്ങൾ വീണ്ടും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾ തരുന്ന ഒരുപാട് സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നത്. സോ ഇനിയും നമ്മൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് ബൈ.